ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനേ അമ്മയും കൂട്ടി വേറെ എവിടേക്കെങ്കിലും പോയിക്കോളാം. ഇനി അത് മാറി ചിന്തിക്കാൻ പറ്റില്ല. അല്ല, ഈ കളരിക്കക്കാര് കൊച്ചിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പുറത്തെങ്ങും പോവില്ലേ? എന്നുവെച്ചാ പാമ്പിന്റെ കടിയേറ്റ് ഞാൻ മരിക്കുവാണെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ എന്ന് അല്ലേ? അപ്പൊ പിന്നെ കാര്യം എളുപ്പമായല്ലോ. നവീന് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ. അങ്ങനെയല്ലേ കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യം. അങ്ങനെ വന്നവരല്ലേ ഇവിടെ ജീവിച്ചിരിക്കുന്നവരൊക്കെ. മോളെ, നിന്റെ നാവിന്നാണോ ഞാനിതൊക്കെ കേട്ടത്? എന്റെ കാതുമോള് ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ? മോളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. സോറി മുത്തശ്ശി, എന്റെ മനസ്സേ എന്റെ കയ്യിലൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. ആ നാഗത്തെ കണ്ട മുതല് എനിക്കുണ്ടായിരുന്ന എല്ലാ ധൈര്യവും പോയി മുത്തശ്ശി. മുത്തശ്ശി, ഞാനിങ്ങനെ പറയുന്നതും പ്രതികരിക്കുന്നതൊക്കെ എല്ലാവർക്കും വെറുപ്പാണെങ്കിൽ എന്നെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. എങ്ങോട്ട് പറഞ്ഞു വിടാനാ നിന്നെ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? എനിക്ക് പേടി മാറുന്നില്ല. എനിക്ക് എല്ലാവരുടെ അടുത്ത് ധൈര്യമായിട്ടൊന്നും വന്നിരിക്കാൻ കൂടെ പറ്റുന്നില്ല. എനിക്ക് പഴയതുപോലെ ആവാനും പറ്റുന്നില്ല. പോട്ടെ മോളെ, കരയണ്ട. മുത്തശ്ശി ഇതിന് സമാധാനം ഉണ്ടാക്കി തരാം. അത് കഴിയുമ്പോ എന്റെ കുട്ടി പഴയതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലായി മാറും. മുത്തശ്ശിക്ക് മോളോട് ഒരു വെറുപ്പും ഇല്ല കേട്ടോ. അയ്യോ മുത്തശ്ശി. പോട്ടെ മോളെ, പോട്ടെ പോട്ടെ മോളെ. കൈ എടുക്കാനാ പറഞ്ഞേ. സോറി സിസ്റ്റർ. എന്ത് സോറി? എവിടെ വെച്ചെന്നൊരു പെണ്ണിനെ കയറി പിടിച്ചിട്ടല്ലേ തന്നെ ആൾക്കാര് തല്ലി ചതച്ച് വിട്ടിട്ടേക്കുന്നേ? ഇനി എന്റെ കയ്യിൽ നിന്ന് കൂടെ വേണോ? അയ്യോ സിസ്റ്ററിനെ തെറ്റിദ്ധരിച്ചതാ. സത്യത്തിലേ എന്നെ തല്ലിയമാരെ മണ്ടന്മാരാ, മഹാമണ്ടന്മാരാ. നല്ലോണം കിട്ടിയിട്ട് ആൾക്കാരെ മണ്ടന്മാരെന്ന് വിളിച്ചാ മതി. എന്റെ സിസ്റ്ററെ, നിങ്ങൾക്ക് സത്യം അറിഞ്ഞൂടാ. എന്തൊക്കെ ഗൂഢാലോചനയും എന്തൊക്കെ ആൾമാറാട്ടമാണ് ആ കളരിക്കൽ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആൾമാറാട്ടോ? അതെ അതെ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു ഗാഥ, ഇത് വേറൊരു ഗാഥ. ഒരു ഗാഥ നവീന്റെ ഭാര്യ, വേറൊരു ഗാഥ നവീന്റെ ഭാര്യയല്ല. എന്നാൽ ഭാര്യ അല്ലാത്ത ഗാഥ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയാവും. ഭാര്യയായ ഗാഥ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ അല്ലാതാവും. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഈ രണ്ടുപേരും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്കതിന് കൂടുതൽ തെളിവും കിട്ടിയിട്ടുണ്ട്. ആദ്യം ഞാനത് കളരിക്കൽ കൊണ്ടുപോയി രണ്ട് ഗാഥമാരെയും ഒരുമിച്ച് കാണിക്കും. എന്നിട്ട് ആ രണ്ട് ഗാഥമാരെയും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പേഴ്സണൽ ആയിട്ട് കാണിക്കും. അതെന്തിന്? നിങ്ങൾക്ക് വിശ്വാസമാവണ്ടേ? ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ തല്ലി ഒരു മണ്ടന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്? മനസ്സിലായില്ലേ? തല്ല് കിട്ടിയപ്പോ സ്ക്രൂ പോയെന്നാ തോന്നേ. മിക്കവാറും തല സ്കാൻ ചെയ്യേണ്ടി വരും. സിസ്റ്ററെ, ഒരുമാതിരി തോന്നിയാസം പറയരുത്. നേരായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലേ അത് നിങ്ങളുടെ വിവരക്കേട് കൊണ്ടാ. അല്ലാതെ എന്നെ നിങ്ങൾ ഇനി പുതിയ ചികിത്സ നടത്തണ്ട. അല്ല പിന്നെ ഈ ഉള്ള മുറിവിനെ എന്തെങ്കിലും മരുന്ന് വെച്ചാൽ ഞാനങ്ങ് പോയിക്കോളാം. ഒരു വിവരമില്ലാത്തവര് ഇങ്ങോട്ടുണ്ടോ? അടങ്ങി ഇരുന്നില്ലെങ്കിലേ ഇവിടുന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്കായിരിക്കും തന്നെ നേരെ കൊണ്ടുപോകുന്നേ. കേട്ടോ? എന്തൊരു കഷ്ടമാണ്. ഒരു നാട് മുഴുവൻ പൊട്ടന്മാരാ. കുറെ ആൾക്കാർക്ക് ചായക്കടയിൽ ജോലി, കുറെ ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ജോലി. അല്ലാതെ എന്താ വ്യത്യാസം? വായ അടച്ചിരിക്കടൂ, ഇല്ലെങ്കിൽ അത് ഞാൻ തുന്നി കിട്ടും. സിസ്റ്റർ സീരിയസ് ആയിട്ടാ? അതെ, വേണ്ടി വന്നാലേ അതും ചെയ്യും. ഇല്ല നന്ദ, ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് കൃഷ്ണമോളാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കൃഷ്ണമോളുടെ നോട്ടം, ഭാവം, അവള് പറയുന്ന വാക്കുകൾ, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതാണോ നമ്മളിപ്പോ കാണുന്നത്? അതിന് കാരണമുണ്ടല്ലോ അമ്മേ.
ആ നാഗത്തിനെ കണ്ട പേടി. പേടിയാണെങ്കി അത് മനസ്സിലാക്കാം. ഇതിപ്പോ പെട്ടെന്ന് വരുന്ന ദേഷ്യവും ആരെയും വകവയ്ക്കാതെയുള്ള സംസാരവോ. കൃഷ്ണമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരാൾക്ക് അയാളുടെ ജന്മം ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. വെറുതെ ഒരു തോന്നലിന് നമ്മൾ അബദ്ധം എന്തെങ്കിലും കാണിച്ച മറിച്ചാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിന് എതിരാണ് നടക്കുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നവീനോടും നമ്മളോടും ഒക്കെ നമ്മൾ തെറ്റല്ലേ ചെയ്യുന്നത്? അമ്മ പറയുന്നത് ശരിയാ. കൃഷ്ണമോള് നവീന്റെ കൂടെ ജീവിക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹ. പക്ഷെ യാഥാർത്ഥ്യം അതല്ലല്ലോ അമ്മേ. നമ്മുടെ കൺമുന്നിൽ നമ്മൾ എന്തൊക്കെ യാഥാർത്ഥ്യങ്ങൾ കണ്ടു. എത്ര പരമ്പരകളുടെ ശാപമാണ് അവളുടെ കഷ്ടപ്പാട് കൊണ്ട് തീർന്നു കിട്ടിയത്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാ സമ്മർദ്ദങ്ങളില്ലാതെ ഒരു മനസ്സുമായി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നവീന്റെ ജീവിതത്തിൽ കൃഷ്ണ തന്നെ വേണം. ഇപ്പം നവീന്റെ കൂടെയുള്ളത് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തണ്ട. ഏത് തരത്തിലുള്ള പരീക്ഷണം നടത്തിയാലും നമ്മുടെ മനസ്സിലൊരു ഉറപ്പ് വന്നിട്ടേ പ്രതികരിക്കാവൂ. അത്രേ ഉള്ളൂ. ഒരിളങ്കാറ്റ് പോലെയാണ് നവീന്റെ ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നത്. അത് പതുക്കെ പതുക്കെ ഈ കുടുംബത്തിനകത്ത് വീശാനും തുടങ്ങി. എല്ലാവരുടെയും മനസ്സൊന്ന് തണുത്തു. അവിടുന്ന് വീണ്ടും പെട്ടെന്നൊന്ന് തെന്നി വീഴും പോലെ. ആദ്യം ഇതൊന്ന് കണ്ടുപിടിക്കട്ടെ. കൺമുന്നിലുള്ളത് ഗാഥയാണോ കൃഷ്ണയാണോന്ന്. അതിന് ദൈവം ഒരു വഴി കാണിച്ചു തരും. ഗോപാലമാമ, അയാളിനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്തായാലും ഗാഥയെ പോലെ രണ്ടാളുണ്ടെന്ന് അയാൾക്ക് വ്യക്താണ്. അതയാള് കളരിക്കൽ പോയി പറയും. അവിടെയുള്ള ആൾക്കാര് എന്നെ തിരക്കി നടക്കുകയും ചെയ്യും. അവൻ പറഞ്ഞ ആര് വിശ്വസിക്കാനാ മോളെ? അവനൊരു വിടുവായനല്ലേ. ഇതിനു മുമ്പ് പറഞ്ഞ മണ്ടത്തരം പോലെ ഇതും അവരങ്ങനെ കരുതിക്കോളും. അങ്ങനൊന്നും അല്ല ഗോപാലമാമ. അയാളെ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതും അയാളെ കൂടെ നിന്നുള്ള സെൽഫി. അത് കൊണ്ടുപോയി കാണിച്ച അയാൾക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ തെളിവാ അത്. മോളിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഞാനും അമ്മയും കൊച്ചിയിൽ നിൽക്കുന്നത് ശരിയല്ല. എത്ര ഒളിച്ച് നടന്നാലും എന്തെങ്കിലും ഒരിക്കലേ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടാലേ ഗാഥയ്ക്ക് വേണ്ടിയും സിത്താര മാഡത്തിന് വേണ്ടിയും ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു ബലവും ഇല്ലാതായി പോവും. അതൊന്നും വേണ്ട ഗോപാലമാമ. ഞാനേ അമ്മയും കൂട്ടി വേറെ എവിടേക്കെങ്കിലും പോയിക്കോളാം. ഇനി അത് മാറി ചിന്തിക്കാൻ പറ്റില്ല. അല്ല, ഈ കളരിക്കക്കാര് കൊച്ചിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പുറത്തെങ്ങും പോവില്ലേ? മോള് വേറെ എവിടെങ്കിലും ചെന്ന് നിന്നാ ഈ സംശയമുള്ള ആളുകൾ അവിടെ വന്നാലോ? അപ്പോ അവിടുന്ന് ഓടാൻ തുടങ്ങണ്ടേ?